പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, ഈ വർഷവും നമ്മൾ ഓൺലൈനായി നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. എല്ലാ മത്സരങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ മത്സരങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. പാട്ടും ഡാൻസും ഓണാക്റ്റും പ്രസംഗങ്ങളുമായിട്ട് വളരെ മനോഹരമായ യൂത്ത് ഫെസ്റ്റിവലാണ് ഈ വർഷവും നമ്മൾ സംഘടിപ്പിച്ചത്. കുട്ടികൾ പങ്കെടുത്ത മത്സരങ്ങളുടെ വീഡിയോകളൊക്കെ തന്നെ ജഡ്ജ്മെന്റിന് വേണ്ടി ബന്ധപ്പെട്ട അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും അധ്യാപകർ അത് വിലയിരുത്തി 1-2 സ്ഥാനങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തു. അപ്പോൾ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തങ്ങളുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ മാറ്റിവെക്കുന്നതിനുള്ള വേദിയായിരുന്നു ഈ ഓൺലൈൻ മത്സരങ്ങൾ. അടുത്ത വർഷം മുതൽ ഓഫ്ലൈനായിട്ട് നടത്താം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും, ഈ വിദ്യാർത്ഥികളെ അതിന് തയ്യാറാക്കിയ രക്ഷകർത്താക്കൾക്കും സ്ഥാപനത്തിന്റെ പേരിലും മാനേജറിന്റെ പേരിലും എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സദസ്സിന് എന്റെ ഹൃദ്യമായ വന്ദനം. നമ്മളുടെ കേരളം എന്ന് പറയുന്നത് വളരെയധികം കാർഷിക സമ്പത്തുള്ള ഒരു സംസ്ഥാനമാണല്ലോ. എങ്കിൽ പോലും ഇന്നത്തെ നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. നമ്മൾ ഭക്ഷണത്തിന് പോലും മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. നമ്മളുടെ അവസ്ഥ ഇതെങ്ങോട്ടാണ്? പൈസ കൊടുത്ത് വിഷം വാങ്ങി തിന്നുകയാണ് നമ്മൾ. ക്യാൻസറും ട്യൂമറും പോലെയുള്ള മഹാരോഗങ്ങൾ. സദസ്സിന് നമസ്കാരം. ഇന്ന് എനിക്ക് കിട്ടിയ വിഷയം കോവിഡ് പശ്ചാത്തലത്തിൽ മാറുന്ന ലോകവും മാറാത്ത മനുഷ്യരും എന്നാണ്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമായ കാര്യം തന്നെയാണ്. സാങ്കേതിക രംഗത്തും ആരോഗ്യ രംഗത്തും വാർത്താവിനിമയ രംഗത്തുമെല്ലാം അതിനൂതനമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യന്റെ ജീവിത നിലവാരത്തിൽ കാണാവുന്നതാണ്. ലോകം മാത്രമല്ല, മനുഷ്യരും മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ നല്ലതിലേക്കുള്ള മാറ്റമല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. നശീകരണ സ്വഭാവത്തിലേക്കുള്ള മാറ്റം, നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള മാറ്റം, ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കുള്ള മാറ്റം, ധൂർത്തിലേക്ക്, പണത്തിന്റെ ആർത്തിയിലേക്ക്, അഴിമതിയിലേക്ക്, ഇതൊക്കെയാണ് മനുഷ്യരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഇത് മാത്രമല്ല, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം മുതലായ മാറ്റങ്ങൾ മനുഷ്യരിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറുന്ന ലോകവും മാറാത്ത മനുഷ്യരും. മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പറ്റി 2 വാക്ക് ഞാൻ പറയട്ടെ. എപ്പോൾ എന്ത് ചോദിച്ചാലും സമയമില്ല എന്ന് പറഞ്ഞ് പാഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഒരു ദിവസത്തിൽ വണ്ടി ബ്രേക്ക് ഇട്ടതുപോലെ വീട്ടിലെത്തി. ഞങ്ങൾ കുട്ടികൾക്ക് ജോലിയുള്ള അപ്പനെ കാണാനോ ജോലിയുള്ള അമ്മയെ കാണാനോ കിട്ടിയിരുന്ന അവസരങ്ങൾ വളരെ കുറവായിരുന്നു.
ഇപ്പോൾ അവരുടെ സ്നേഹം എത്ര വലുതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് അപ്പനെയും അമ്മയും ഞങ്ങൾക്ക് മാത്രമായി തന്ന കോവിഡിനെ നന്ദി സ്മരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കുറേ കൂട്ടുകാരുടെയും അച്ഛൻ അമ്മമാരുടെയും ജീവനും എടുത്ത കോവിഡിനെ ഞങ്ങൾക്ക് പേടിയാണ്. മൊബൈൽ എടുത്താൽ ചീത്ത പറഞ്ഞിരുന്നവർ ഇപ്പോൾ മൊബൈലിലൂടെ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ ഏതൊരമ്മയുടെയും നെഞ്ചിലെ നെൽപ്പോടാണ്. ആ എരിയുന്ന നെൽപ്പോടിൽ നിന്ന് ഉയർക്കൊണ്ട ദുഃഖം, ഒരമ്മയുടെ തീരാ ദുഃഖം. കൊല്ലേണ്ടതെങ്ങനെ? മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി മനുഷ്യ മനസാക്ഷിക്ക് മുൻപിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയ്ക്ക് രംഗാവിഷ്കാരം. Respected judges, teachers, and my dear friends. Today, I would like to deliver a few words about the impact of COVID-19 on online education. No one would have guessed that a virus like COVID-19 would come and without differentiating, it will alter the lifestyle of people. Due to COVID-19, many changes came to our world. It took some time for everyone to adapt to a new normal. The impact of COVID-19 was everywhere, which resulted in the closure of schools and other educational institutions. Though schools are closed, A very warm welcome to respected teachers and our dear friends. Today, I am Gerda here to say about how does coronavirus impact our online studies. You know, coronavirus is a very harmful dangerous pandemic disease causes to human. It is mainly spread person to person through respiratory droplets and infected person therefore exhales corona makes. In this pandemic situation, 1.2 billion students all over the world cannot go to school. So, in 186 countries that want to shut their schools. So, in this pandemic situation, we choose e-learning. Good morning, everybody. Today I am discussing about the subject online education during COVID-19. COVID-19 will be forever known as the virus that shut down the world. It has changed our lives in many ways that we never thought possible. One of the most significant impact of this pandemic has been in the field of education, where it has led to the largest description of global education system in history. When the schools and colleges around the world closed due to COVID-19 lockdowns, students and educators alike were left wondering what the future hold. Remote or virtual learning has now replaced the traditional classrooms. However, switch from pen and paper to online education come at a high cost technology. Respected teachers and all my dear friends, good morning to one and all. On this special occasion, I would like to express about our online classes. During this COVID situation, all our studies was changed to online. Our classes and everything was changed to online. Now the students are in the mobile phone. It was harmful for our eyes, brain, etc. So friends, we need to change it. Only use mobile phone for listening classes and writing notes. So friends, I am concluding my words here. Thank
teachers, and my treasured friends. Today, I'm going to present the poem The Wonderful World by William Brighty Rance. William Brighty Rance was born in England in 1823. He was the son of a candle maker. He went to school from his age of 13, always and almost self-taught. He mastered many languages including English. Good afternoon everyone. I'm Aisha Amrin from class 10A here to recite a poem, O Captain, My Captain, written by Walt Whitman. O Captain, my Captain, our faithful ship is done. The ship is with every rag. The prize we sought is won. The boat is near, the bells are here, the people all exulting, while follow eyes, the steady keel, the vessel grim in daring. But oh hard, hard, hard. Oh, the bleeding drops of red, where on the deck my captain lies, fallen cold and dead. O Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung, for you the buckled trills, for you the bucket and ribbon reds, for you the shores are crowding, for you the call, the swaying mass. The eager faces turning. O Captain, dear Father, this arm दोस्तों, आप सभी को मेरा सादर प्रणाम। आज मैं आपके सामने अयोध्या सिंह उपाध्याय हरिओ द्वारा रचित कविता करमवीर प्रस्तुत करने जा रही हूँ। इस कविता के माध्यम से कवि हमें उन लोगों का वर्णन करते हैं जो अगर जीवन में कुछ भी ठान ले तो उसे वो करके रहते हैं। इन लोगों में हिम्मत और संयम होता है। तो आइए सुनते हैं करमवीर। केदारनाथ अग्रवाल के हिंदी कविता बसंती हवा। हवा में बसंती हवा में बसंती हवा सुनो बात मेरी अनोखी हवा बड़ी बावली बड़ी मस्त मौला नहीं कुछ फिगर के बड़ी ही निडर जिधर चाहती हूँ उधर घूमती। आज मैं आपके सामने हिंदी साहित्य जगत की उभरती कवि पुष्यमित्र उपाध्याय की सुनो द्रौपदी शस्त्र उड़ा लो अब गोविंद न आएंगे कहना चाहती हूँ। प्रस्तुत कविता में कवि ने कहा है कि स्त्रियों की मनोबल बढ़ाने की समय आ गया है। उन्हें इनका जवाब पत्थर से देना होगा। अपनी लड़ाई खुद लड़नी होगी। सुनिए। नमस्ते, मेरा नाम एल्विन जोफी है। आज मैं श्री हरिवंशराय बच्चन की कविता सुनाने जा रहा हूँ। कविता का नाम है कोशिश करने वालों की कभी हार नहीं होती। लहरों से डरकर नौका पार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। नन्ही चिंटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है। मन का विश्वास रगों में साहस बढ़ता है। മായം ഏതോ സ്വാമി വാരും സൂതും നാനറിയേ നിന്ദ മായം ഏതോ സ്വാമി വാരും സൂതും
धिम किट्टतम जम ध ध रे के ट जम ट जम ट रम ध नम ग धिम ध रे के ट तुम जम ट ट रे के ट जम ट जम ट रम ध नम ग धिम ध रे के ट तुम जम ट ट रे के ट जम ट जम ट रम ध नम ग എല്ലാവർക്കും നമസ്കാരം. ലോകം ഇന്ന് ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ പണവും പ്രതാപവും കേവലം ഒരു വൈറസിന്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്നു തിരിച്ചറിവ്. പ്രധാന വാർത്തകൾ. കൊറോണ ഭീതിയിൽ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ ഭീതിയിൽ ജനങ്ങൾ. ഏതാണ്ട് എല്ലായിടത്തും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വീട് വിട്ടിറങ്ങരുതെന്നും വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണമെന്നും സർക്കാർ മുന്നറിയിപ്പ്. കണ്ടില്ലേ, വാർത്ത എന്നെ കുറിച്ചാണ്. ഇവിടെ മാത്രമല്ല, ഈ ലോകം മുഴുവനും ഞാനാണ്. അതെ, ഞാനാണ് കൊറോണ. നമസ്കാരം, എൻ്റെ പേര് അഭിനന്ദ. ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു കൊച്ചുമോനായിട്ട് അഭിനയിക്കാനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മോളെ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാട്ടോ, നീ സൂക്ഷിച്ചിരിക്കണേ. ശരിയമ്മ. അല്ല, ഞാൻ വെള്ളം എടുക്കാന്ന്. അമ്മ അവിടെ ഇരുന്നോളൂ. വേണ്ട മോളെ, മോൾക്കൊന്നും പരീക്ഷയില്ലേ, അമ്മ എടുത്തോളാം. അമ്മോട് പറഞ്ഞതല്ലേ ഞാൻ വെള്ളം എടുക്കാൻ. അമ്മ അവിടെ ഇരുന്നു, ഞാൻ എടുത്തോണ്ട് വരാം. മഴ പെയ്തു തോർന്നാലും ഈറൻ മരച്ചില്ല, പിന്നെയും പെയ്യുന്ന പോലെ. മഴ പെയ്തു തോർന്നാലും ഈറൻ മരച്ചില്ല, പിന്നെയും പെയ്യുന്ന പോലെ. കാലങ്ങളായി പെയ്തൊഴിഞ്ഞൊരൻ ബാല്യവും നെഞ്ചിൽ കുടഞ്ഞിട്ടു പോയി ഇന്നലെ സരയൂ നദിയുടെ പുളിനങ്ങൾ പുൽകി, സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി. സരയൂ നദിയുടെ പുളിനങ്ങൾ പുൽകി, സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി. ചിത്രകൂടങ്ങളിൽ എൻ്റെ നിഴൽ കിളി ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ, ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ. ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ, കാലത്തിനൊക്കുമോ സ്വപ്നത്തിൽ. അമ്മ ആദ്യത്തെ സത്യമാണമ്മ, അനുപമ ത്യാഗമാണമ്മ, അനശ്വര നന്മയാണമ്മ. സൂര്യനു മുൻപേ ഉറക്കമുണരുന്ന സ്നേഹപ്രകാശമാണമ്മ, സ്നേഹപ്രകാശമാണമ്മ.
അഗ്നിപൂജ. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും. നമസ്കാരം. പ്രസിദ്ധ കവി ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. പേരാറ്റു നീരായ ചിമ്പിച്ച പൈക്കളെ ധാരാളമാട്ടി തെളിച്ചു കൊണ്ടനെ എത്തി കിഴക്കൻ മലകടന്ന്. നമസ്തേ. പ്രസിദ്ധ കവി ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ നീലി എന്ന കവിത. കള്ളിയങ്കാട്ടേ കറുത്ത നീലി, നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്ന് കാടു പറയുന്നു. മലവീടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടേ കറുമ്പിനി കവിതയുടെ മുന്നിൽ കൈകൾ പൊക്കിപ്പിടിച്ചവൾ നൊന്തു നൊന്തു ഞരങ്ങുന്നു. തളർന്നവൾ തളർന്നവൾ പതുക്കെ ചത്തിടുന്നവൾ. ഇരുൾ മാറ്റും സൂര്യ നിന്റെ വിരലിങ്ങോട്ടു നീട്ടുക. ഇവളെ പാവമീ ചാവും പൂവിനെ തൊട്ടുറക്കുക. നോവു മാറ്റിക്കൊടുക്കുക. ഇവൾ പൊയ്ക്കോട്ടെ ഇവൾ പൊയ്ക്കോട്ടെ പോകും മുൻപോമനെ പാടുന്നു ജനകൊടിയരങ്ങളും ഉടയോടടുക്കുന്ന ലക്ഷ്യം ഇലാഹിൻ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു. ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് മതിമക്ക തടുത്തിടുന്നേ. റബ്ബിൽ ഒതിപെത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മൊഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാതെ മിണ്ടാതെ ഉമ കൂടാതെ. മണവാളൻ തോഴരുമായി ഷഹനായി മൂളും രാഗമിൽ വഴി നീളമായി വരവായിതാ. കേട്ടോളിൻ കൈമുട്ടിപ്പാട്ടും സംഗീതം കുളിർച്ചീരി. പ്രശസ്ത മാപ്പിള കവി ON കരുവാരക്കുണ്ട് രചിച്ച
ബദർ പടപ്പാട്ടിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ ആരുമുത്തുമുറുക്കം. ഉമറിനുള്ളിൽ പെട്ടെന്നുണ്ടൊരു മാറ്റം, ഉരുകുമങ്കയൽ ഫാത്തിമ കണ്ടൊരു മാറ്റം, ഉലകിലേകി ചിത്തിരമുത്തിരൂറ്റം, ഉദവിയുണ്ടതാരണ്ടതിലുണ്ടൊരു കേറ്റും, കേട്ടുമിപ്പിടിച്ചും കൊടുതാന കേട്ടതപ്പടി കൊങ്കൊടു നീന കൽവില. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ കഥാസമക്ഷം ദഹദാ മനോഭവം ഹിനാഗിനാഭഗ്ന മനോരദാസദീ നിനിന്ധരൂപം ഹൃദയേന പാർവതി. നമസ്തേ കല്യേ ബുദ്ധ്യതി മമ ജനനി പശ്ചാമാമപി ബോധയതി. കല്യേ ബുദ്ധ്യതി മമ ജനനി ഉഷ്ണജലേന പ്ലാവയതി നവവസനം സാ പരിധാരയതി. കല്യേ ബുദ്ധ്യതി മമ ജനനി ഫാലേ തിലകം വിധരമേ മധുമദനഹേ തവ ചരണ സേവന സുഖരസം. വിധരമേ മധുമദനഹേ തവ ചരണ സേവന സുഖരസം. വവതു മധു വിധരമേ മധുമദന ഹേ തവ ചരണ സേവന സുഖരസം. വിധരമേ മധുമദന ഹേ തവ ചരണ സേവന സുഖരസം. अहं संस्कृतभाषायाः महत्त्वम् इति विषयमधिकृत्य किञ्चित् वक्तुम् इच्छामि. भारतस्य अतिप्राचीना भाषा संस्कृतभाषा. सा भारतीयभाषाणां जननी अस्ति. संस्कृतभाषा अतीव समृद्धा परिष्कृता च अस्ति. अतः एव अस्याः भाषायाः नाम संस्कृतम् इति. इयं भाषा देववाणी इति कथ्यते. इदानीं भारते याः भाषाः दृश्यन्ते ताः सर्वेभ्यो नमः. मम नाम शिवात्मिका. अहमेकां कथां वदामि. मम कथायाः नाम शृगालः कागः च. पुरा एकस्मिन् वने एकः शृगालः वसति स्म. एकस्मिन् दिने सः भोजनम् अन्वेष्य सर्वत्र अटनम् अकरोत्, परन्तु सः कुत्रापि किञ्चिदपि नमस्कारः. अहम् आदिलक्ष्मी. अत्र अहम् एकं कथा वदामि. कथायाः नाम काकस्य उपायः. कश्चन महावृक्षः आसीत्. तत्र कश्चन काकः पत्न्याः सह वसति स्म. तस्य एव वृक्षस्य कोडरे कश्चन कृष्णसर्पः अपि वसति स्म. यदा काकः प्रस्तुतः भवति तदा कृष्णसर्पः. श्रीगुरुभ्यो नमः. मम नाम आदिलक्ष्मी. संस्कृतभाषायाः महत्त्वम्. संस्कृतभाषायां संसारस्य प्राचीनतमासु भाषासु एका भाषा अस्ति. एतां भाषा देवभाषा, देववाणी, सुरवाणी, शीर्वणावाणी शब्दैः अपि वयं सर्वे व्यवहरामः. भाषायां श्रीगुरुभ्यो नमः. नमो भगवती हे सरस्वती. मम नाम निरञ्जना. अहम् एकदा कविता आलपतु. प्रातःकाले मामगभवनं कोकिलायादुः
കോകിലായാതു ഭവാൻ സമായാതു പ്രതിദിനമസ്മിൻ കദളീപത്രി മിത്രകൗ ഭവിഷതു അരുണാരുണ നവരൂപം പശ്യൻ വിസ്മയമനുഭവതു. ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവം അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്രാവശ്യം ഒരു വാട്സപ്പ് കലോത്സവം ആണ് നടന്നത്. കഴിഞ്ഞ വർഷവും നമ്മളിതുപോലെ ഒരു കലോത്സവം നടത്തിയിരുന്നു. ഇനി നമുക്ക് അടുത്ത വർഷം സാധാരണ ഗതിയിലുള്ള നമ്മുടെ കലോത്സവം നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ കലോത്സവത്തിനായി സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും ജഡ്ജസിനും കൺവീനർ എന്ന പേരിൽ